പണിമുടക്കിൽ വലഞ്ഞ് ജനങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തെത്തിയവർ അനുഭവിച്ചത് വലിയ യാത്രാ ദുരിതമാണ്. ജനങ്ങൾ ജനം ടിവിയോട് പ്രതികരിക്കുന്നു. ഗതാഗത മന്ത്രിയുടെ വാക്കുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ KSRTC പണിമുടക്ക് നടത്തിയിരിക്കുന്നത്. ഈ പണിമുടക്കിൽ വലഞ്ഞിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. കേരളത്തിൽ മാത്രമേ പണിമുടക്കുള്ളൂ. ഇത് ഇന്ത്യ മുഴുവനുള്ള പണിമുടക്കാന്ന് പറയുന്നു. വേറെ ഒരു സംസ്ഥാനത്തും നമ്മുടെ അറിവിൽ നമ്മളറിയുന്ന പല ആൾക്കാരെ വിളിച്ചപ്പോഴും തമിഴ്നാട്ടിലോ ഈവൻ ബംഗാളിലോ ഒരിടത്തും ഡൽഹിയിലൊന്നും ഈ പണിമുടക്കില്ല. ഇത് ഇന്ത്യ മുഴുവനുള്ള പണിമുടക്കാന്ന് പറയുന്നു ഇവിടെ നടത്തുന്നു. ഒന്നത്. രണ്ട്, ഞാൻ വരാൻ കാരണം പണിമുടക്ക് നേരത്തെ നമ്മൾ നോട്ടീസൊക്കെ കണ്ടിരുന്നു. ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് പറഞ്ഞത് ഇങ്ങനെ പണിമുടക്കില്ല എന്നാണ്. ഇന്നലെ മിനിങ്ങാന്നാണ്ട് എല്ലാ ചാനലുകളും ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഗതാഗത വകുപ്പ് മന്ത്രി ഇല്ലെന്ന് പറയുകയും ഇതാരും നടത്തുന്നു എന്നൊക്കെ ഒരു ചോദ്യമാണ്. ജനാധിപത്യത്തിൽ ഈ പണിമുടക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? പണിമുടക്ക് അറിഞ്ഞിരുന്നു ബസ് വിടുമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ എങ്ങനെ പോകാൻ പറ്റും? ബസ് എടുത്താൽ പോകാൻ പറ്റും. ബസ് ഉണ്ടാകും ചോദിച്ചപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയാലേ ബസ് വിടത്തുള്ളൂ എന്നാണ് പറഞ്ഞു. ബസ് വിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ ഞാനവിടെ തെങ്ങുമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് അവധി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പെട്ടുപോയി. ഇപ്പോൾ എങ്ങനെ വീട്ടിൽ പോകും? ഒരു കട പോലും ഇല്ല. നമുക്കൊരു ചായ പോലും കുടിക്കാനൊരു കട പോലും ഇല്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനത്. മന്ത്രി പറഞ്ഞതാണ് ഇന്നലെ KSRTC ഓടുമെന്ന്. ഇതുവരേക്കും അവരുടെ യൂണിയനാണ് ഇത് തടയുന്നത്. ഇത്രയും പേര് ആഹാരം കഴിക്കാൻ ഹോട്ടലോ സംവിധാനമോ ഒന്നുമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ യാത്രക്കാർക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇതുകൊണ്ട് ഒരു മന്ത്രി പറഞ്ഞതുപോലും കേൾക്കൂല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ യൂണിയൻ? ഡ്രൈവർ നിൽക്കുന്നു. ഡ്രൈവർ ചേട്ടനോടൊക്കെ ചോദിച്ചു. അവർ ഇന്നലെ രാത്രി 12 മണിക്ക് വന്നിട്ട് ബസ് വിടുമെന്നാണ് പറഞ്ഞേ. ഇപ്പോൾ അവരുടെ യൂണിയൻകാർ തന്നെ അവർ പറയാൻ തയ്യാറാണ്. യൂണിയൻ കണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ വാർത്തയിൽ മിനിസ്റ്റർ പറഞ്ഞിരുന്നു ബസ് ഓടുമെന്ന് പറഞ്ഞു KSRTC. അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഓടുന്നില്ല എന്ന് പറയുന്നത്. അവർ അധികാരികളുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഓടുന്നില്ലെന്നാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത്. അല്ല, ഞങ്ങൾ സ്ട്രൈക്കിലല്ല. ഞങ്ങൾ സർവീസ് പോകാൻ വേണ്ടി തയ്യാറായി വന്നതാണ്. ഇപ്പോൾ രാവിലെ 6:45 ഇവിടുന്ന് ശാസ്താംകോട്ടയ്ക്ക് പോകേണ്ടതാണ്. 6:15 നെയ്യാറ്റിങ്ങനെ തിരിച്ച വണ്ടിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അതിനെ ടൈം വെച്ച് വിട്ടില്ല. മുന്നിൽ തടസ്സമായിട്ട് വാഹനം കിടപ്പുണ്ട്. അതിനാൽ നമുക്ക് സർവീസ് തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് മാറുന്ന മുറയ്ക്ക് സമയം രേഖപ്പെടുത്തി വിടുന്ന മുറയ്ക്ക് ഞങ്ങൾ സർവീസ് നടത്തും. ഈ പണിമുടക്കല്ല, ഇനി ഒരു പണിമുടക്കലും ഞങ്ങൾ പങ്കെടുത്ത് KSRTC നഷ്ടത്തിലാക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഇനി വരുന്ന ഒരു പണിമുടക്കലും ഞങ്ങൾ പങ്കെടുക്കില്ല. പണിമുടക്കാൻ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം ഇതിന് മുമ്പേ പറഞ്ഞിരുന്നു പണിമുടക്കാമെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് പോയി യാത്ര ചെയ്യാനുള്ള ബസ്സില്ലല്ലോ. ഈ ബസ്സിൻ്റെ ഒരു ഒറ്റമാർഗ്ഗേ ഉള്ളൂ. ജനങ്ങൾ വലയുന്ന പണിമുടക്കാണ്. ഇല്ല, ആരും വിളിക്കാൻ വരാൻ ഇല്ല. ബസ്സിൽ തന്നെ പോയാലേ പറ്റും. ഇല്ല, ഒന്നും തീരുമാനമായില്ല. ഞങ്ങൾ രാവിലെ ഒന്ന് ചോദിച്ചപ്പോൾ അവിടെ പണിമുടക്കിൻ്റെ സമരക്കാർ വന്നേക്കുവാന്ന് പറഞ്ഞു. ബസ് എടുക്കണ്ടെന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ചർച്ച നടക്കുമായിരുന്നു അവിടെ. ഞങ്ങൾക്കിപ്പോൾ വെഞ്ഞാറമൂട് പോകാനാണ്. ഞങ്ങൾ രാവിലെ വന്ന് ഇറങ്ങിയത് ഇവിടെ ട്രെയിൻ. അപ്പോൾ ഇവിടെ ഉണ്ട്. അതെ, ഇനിയും പ്രതീക്ഷ ഉണ്ട് വണ്ടി എടുക്കുന്നു. അതുകൊണ്ടാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. വേറെ എങ്ങനെയെങ്കിലും പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? നടന്നു പോകാം. KSRTC എടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ശരിയാണ് വെയിറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന സന്ദർഭമാണ് ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട് ചോദിക്കണം എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ. ബസ്സുകളില്ല എന്നറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്. മന്ത്രിയുടെ വാക്കുകളിൽ വിശ്വസിച്ചാണ് നാട്ടുകാരെല്ലാവരും തന്നെ ബസ് കാത്ത് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ക്യാമറാമാൻ നിതിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.